ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, ഈ ജഡ്ജ്മെൻറ്റിൻ്റെ 20ാമത്തെ പാരഗ്രാഫ് പ്രിൻറ്റു മഹാദേവ് പറഞ്ഞത് അതുപോലെ വായിച്ചതാണ്. ആ വായിച്ചതനുസരിച്ച് ചാൻസലർക്ക് നിലവിലെ വൈസ് ചാൻസലർമാരായിട്ടുള്ള ആ 2 വ്യക്തികളെ സ്വമേധയാ തന്നിഷ്ടപ്രകാരം നിങ്ങൾ നിയമിച്ചോളൂ, വീണ്ടും നിയമിച്ചോളൂ എന്നാണോ ഈ വിധിയിൽ, ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും അല്ല. നോക്കൂ, പ്രിൻറ്റു പറയുന്നതിനകത്തെ പ്രശ്നം, പറയുന്ന പ്രശ്നം ആർബിട്രിയാണ്. ചാൻസലർ ആർബിട്രി ആയിട്ട് അദ്ദേഹത്തിൻ്റെ പവർ എക്സസൈസ് ചെയ്യുന്നു. ആ പവർ ആർബിട്രി ആയിട്ട് എക്സസൈസ് ചെയ്യുന്നതിനെതിരെയാണ് ഹൈക്കോടതിയിൽ നമ്മൾ പോയത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അത് ശരിവെച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതും അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമുക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനുണ്ട്. ഈ പറയുന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയെയും മറ്റേ യൂണിവേഴ്സിറ്റിയെയും കൺട്രോൾ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനും UGC നോംസ് അനുസരിച്ചും മാത്രമേ ഈ പറയുന്ന ആളെ അപ്പോയിൻറ്റ് ചെയ്യാവൂ. ഇതാണ് പറഞ്ഞു വന്നിരുന്നത്. അങ്ങനെ നോക്കുമ്പം ഈ പറയുന്ന ആൾക്ക് കോമ്പീറ്റൻ്റ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. 1. 2, ഈ ടെമ്പററി ആയിട്ട് ഒരു ഇൻറ്ററിം പീരീഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇൻറ്ററിം പീരീഡിൽ നോട്ടിഫിക്കേഷൻ ഇറക്കി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ ചെയ്യാം എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നാളെ ലാൽകുമാറോടെ പോയിരുന്നു അല്ല പ്രിൻറ്റോടെ പോയിരുന്നു എന്ന് ഗവർണർക്ക് പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ ചാൻസലർക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അവിടുത്തെ എക്സസൈസ് അദ്ദേഹം എക്സസൈസ് ചെയ്യുന്ന ആർബിട്രറി ആകാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടേ? ഡ്യൂ പ്രോസസ് ഫോളോ ചെയ്യണം. എന്താ ഡ്യൂ പ്രോസസ്? ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 13-ന്റെ 7-ഉം 11-ന്റെ 10-ഉം പാലിക്കപ്പെടണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ പറയുന്നതിൽ ലിസ്റ്റിൽ നിന്ന് എടുക്കണം എന്നാ. ഇതാണ് സിമ്പിൾ. അതിനകത്ത് അതാ പറഞ്ഞ് ആദ്യത്തെ ഭാഗം വായിക്കുമ്പം ഈ പറയുന്ന ആൾക്ക് നോട്ടിഫിക്കേഷൻ ഇടത്തിൽ നിന്ന് ആരായി ഒരിക്കലും ആർക്കും തർക്കമില്ല. പക്ഷേ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് എങ്ങനെ? അതിന് മുമ്പുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്യൂ പ്രോസസ്സ് ആയിരിക്കണം. എങ്ങനെയാ ഒരു കേസായിട്ട് ഡ്യൂ പ്രോസസ്സ് ആകുക? ആ ഡ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അന്ന് നിലനിൽക്കുന്ന നിയമം. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഒരു എക്സിക്യൂട്ടീവ് ആൾ ഒരിടത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ചാൻസലർ എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനാണ്. അത് അദ്ദേഹത്തിനെ ഡ്രൈവ് ചെയ്യുന്ന എവിടുന്നെയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ. എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കിയതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അദ്ദേഹത്തിന് നീങ്ങാൻ പറ്റൂ. അപ്പോൾ സുപ്രീം കോടതി ഇത് 142-ൽ ഒരു ഉത്തരവാണ് തന്നിരുന്നത്. ഡയറക്ട്ലി ആർട്ടിക്കിൾ 142 അനുസരിച്ച് ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ ലോ ഓഫ് ദ ലാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ എടുത്ത് ഇത് നമുക്ക് പാലിക്കാമെന്ന് പറയാം. അങ്ങനെ ഒരു ഓർഡർ അല്ല ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഗവർണറെ സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബില്ല് ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ ഡിസൈഡ് ചെയ്യായിരുന്നു ഡേറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ. അതെങ്ങനെയാ? അത് ആർട്ടിക്കിൾ 142-ൽ വന്ന പവറാണ്. കാര്യം കംപ്ലീറ്റ് ജസ്റ്റിസ് ചെയ്യാനായിട്ട് സുപ്രീം കോടതിക്ക് അങ്ങനെ ഓർഡർ ഇടാം. അങ്ങനെ ഒരു കാര്യമല്ല ഈ വന്നിരിക്കുന്നേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഫാക്ട് ഓഫ് ദ മാറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഗവർണർക്ക് ആർബിട്രറി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ടെമ്പററി ആയിട്ട് എടുക്കാനാണെങ്കിലും, ടെമ്പററി ആയിട്ട് എടുക്കാൻ എന്താണ് മെത്തേഡ്? ആ ടെമ്പററി ആയിട്ട് എടുക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അല്ല ചുമ്മാ സർക്കാർ പറയുന്നതിൽ നിന്നാണ് ടെമ്പററി ആയിട്ട് ഒരാളെ എടുക്കുന്നത്. അദ്ദേഹം നാളെ രാവിലെ എന്നാൽ മേളിൽ ആകാശത്തോട് നോക്കി ഈ പറയുന്ന കവടി നിരത്തി വെച്ച് എന്നാൽ ഗുളിയനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ ഒരാളെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ആ ഡ്യൂ പ്രോസസ്സ് ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ലോയുടെ ലൂപ്പ് ഹോള് ചിലപ്പോൾ നമ്മൾ നോക്കാറുണ്ട്. ആർഗ്യൂ ചെയ്യാൻ നേരത്തും അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്ത് നമുക്ക് അനുകൂലമായി എടുക്കാം, നമ്മൾ ലോയേഴ്സ് എപ്പോഴും നോക്കുന്നൊരു കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണ് ലീഗൽ പ്രൊഫഷൻ ലോ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഇൻ്റർപ്രിട്ടേഷനുകളും പല കാര്യങ്ങളും വരുന്നത്. പക്ഷേ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ, ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് എക്സിക്യൂട്ടീവിന് ആർക്കുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ജുഡീഷ്യൽ ഫോറത്തിൽ പോയി, ലീഗൽ ഫോറത്തിൽ പോയി നിങ്ങൾക്ക് ഇൻ്റർപ്രിട്ടേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഡയമെൻഷൻസും പറയാം. അത് ഓർഡർ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതാണ് എന്ന് പറഞ്ഞ് ഇൻ്റർപ്രിട്ടേഷൻ നടത്താനുള്ള സ്കോപ്പ് നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുക. ശരി.